കയ്യടി നേടാൻ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക എന്നത് വി.ഡി. സതീശൻ എന്ന നേതാവിൻ്റെ ഒരു രീതിയാണ്. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ നാം അത് പലതവണ കണ്ടതാണ്. അങ്ങനെയാണ് നുണേശൻ എന്ന ഫേസ്ബുക്ക് പേജും പിന്നീട് വെബ്സൈറ്റും ഒക്കെ ഉണ്ടായത്. മുഖ്യമന്ത്രി ആയതിനു ശേഷം അതിൽ നിന്ന് ഒരു മാറ്റം വരുത്തും അദ്ദേഹം എന്ന് കരുതിയവരുണ്ട്. പക്ഷേ അവരെ നിരാശപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ വി.ഡി. സതീശൻ്റെ പോക്ക്. നിയമസഭയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം, ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രസംഗം, അതിലൊരു വിഷയത്തെക്കുറിച്ച് മാത്രം 3 വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. 3 കാര്യങ്ങൾ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിദേശ നിർമ്മിത വിദേശ മദ്യത്തിന് LDF സർക്കാരിൻ്റെ കാലത്ത് ഡോക്ടർ തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ നികുതി ഏർപ്പെടുത്തിയതിനെ കുറിച്ചാണ്. അത് പറയാനൊരു കാരണമുണ്ട്. ഇപ്പോൾ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകി മുഖ്യമന്ത്രി. ബജറ്റ് പ്രസംഗത്തിലാണ് നികുതി ഇളവ് നൽകിയത്. കോൺഗ്രസ് അറിഞ്ഞില്ല, UDF അറിഞ്ഞില്ല. സ്വന്തം നിലയിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ എടുത്ത തീരുമാനമാണ്. വലിയ ആരോപണം അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നു. 3-3.5 വർഷക്കാലം LDF സർക്കാരിൻ്റെ കാലത്ത് അനങ്ങാതിരുന്ന ഫയൽ ഏറ്റവും ഒടുവിൽ UDF സർക്കാർ അധികാരത്തിൽ വന്ന് 2 മണിക്കൂറിനുള്ളിൽ പറവറുന്നതും തീരുമാനമായതും നാം കണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് പിറകിൽ അഴിമതിയുണ്ട്, എത്ര കിട്ടി എന്ന ചോദ്യം ചോദിച്ചത് മുൻ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ്. അതിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് വിദേശ നിർമ്മിത വിദേശ മദ്യത്തിന് നികുതി ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട ആരോപണം അദ്ദേഹം ഉന്നയിച്ചത്. അദ്ദേഹം ആരോപണം ഉന്നയിച്ചിട്ടില്ല, ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല, പക്ഷേ പൈസ കിട്ടിയിട്ടാണോ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചത്. എന്താണ്? 78% മാത്രമാണ് നികുതി ഏർപ്പെടുത്തിയത് വിദേശ നിർമ്മിത വിദേശ മദ്യത്തിന്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് 210% നികുതി ഉണ്ട്. അപ്പോഴാണ് വെറും 78% നികുതി മാത്രം ചുമത്തിയത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. അപ്പോൾ എത്ര കിട്ടി എന്ന ചോദ്യം പ്രതിപക്ഷത്തെ നോക്കി അദ്ദേഹം ചോദിച്ചു. 150% എക്സൈസ് ഡ്യൂട്ടിയുണ്ട് ഇറക്കുമതി ചെയ്യുന്ന വിദേശ മദ്യമായതുകൊണ്ട്. അത് മാറ്റിവെച്ച് അതേക്കുറിച്ച് മിണ്ടാതെ 78% മാത്രം പൊക്കിപ്പിടിച്ച് രംഗത്ത് വന്നു. രണ്ടും കൂട്ടിയാൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തെക്കാൾ കൂടുതൽ വില വിദേശ നിർമ്മിത വിദേശ മദ്യത്തിന് ലഭിക്കും. ഇതാണ് വി.ഡി. സതീശൻ. അതുമാത്രമല്ല, ബാറുകളുടെ എണ്ണത്തെക്കുറിച്ചും അദ്ദേഹം വലിയ പ്രസ്താവന ഇറക്കി പ്രതിപക്ഷത്തിന് നേരെ. ഞങ്ങളിപ്പോൾ മദ്യമൊഴുക്കുന്നു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. വി.ഡി. സതീശൻ പറയുകയാണ്, 1ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ എത്ര ബാറുകളുണ്ട്? 29 ബാറുകളല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ എത്ര ബാറുകളുണ്ട്? 896ഓളം ബാറുകളില്ലേ? അപ്പോൾ ആരാണ് മദ്യമൊഴുക്കിയത്? കേൾക്കുമ്പോൾ സത്യമല്ലേ എന്ന് തോന്നിപ്പോകുന്ന പ്രസ്താവന. എന്നാൽ എന്താണ് വസ്തുത? കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 813 ബിയർ വൈൻ പാർലറുകളുണ്ട്. എങ്ങനെയാണ് ഇത്രയും ബിയർ വൈൻ പാർലറുകൾ കേരളത്തിലുണ്ടായത്? ആ സമയത്ത് നടന്ന കോഴക്കേസ്, ബാർ കോഴക്കേസ് നമ്മുടെ മനസ്സിലുണ്ട്. ബാർ അനുവദിക്കുന്നതിൽ, നികുതി ഏർപ്പെടുത്തുന്നതിൽ ഒക്കെ അന്നത്തെ UDF സർക്കാർ കൈക്കൂലി വാങ്ങി എന്ന ആരോപണം ഉയർന്നു വരികയും ബാർ മുതലാളിമാർ തന്നെ പരസ്യമായി ആരോപണവുമായി രംഗത്ത് വരികയും അത് വലിയ കോളിളക്കം സൃഷ്ടിക്കുകയും VM സുധീരൻ ഉമ്മൻചാണ്ടിക്കെതിരെ രംഗത്ത് വരികയും ഒക്കെ ചെയ്ത ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി വാശിയോടെ എടുത്ത തീരുമാനമാണ് 748ഓളം ബാറുകൾ അടച്ചുപൂട്ടാൻ. പിന്നീട് ഇതേ ബാറുകൾക്ക്, പൂട്ടിയ ബാറുകൾക്ക് ബിയർ വൈൻ ലൈസൻസുകൾ നൽകുകയും ചെയ്തു ഉമ്മൻചാണ്ടി തന്നെ. അങ്ങനെ 813 ബിയർ വൈൻ പാർലറുകളും 306 ബിവറേജസ് ഔട്ട്ലെറ്റുകളും ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയുടെ സർക്കാർ അധികാരമൊഴിയുന്ന ഘട്ടത്തിൽ. ഈ 813 ബിയർ വൈൻ പാർലറുകൾക്ക് ക്ലാസിഫിക്കേഷൻ ഏർപ്പെടുത്തി ബാർ ലൈസൻസ് നൽകി LDF സർക്കാർ. ഇപ്പോൾ കേരളത്തിൽ 896ഓളം ലൈസൻസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. സത്യമാണ്, പ്രവർത്തിക്കേണ്ടതാണ്, അതിൽ യാതൊരു തെറ്റുമില്ല. ടൂറിസം മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ അത്യാവശ്യമാണ് ബാറുകൾ എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അതുകൊണ്ട് ഇനിയും ബാറുകൾ അനുവദിക്കാൻ സ്ഥലമുണ്ടെങ്കിൽ അനുവദിക്കണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. അത് ആവശ്യവുമാണ്. പിന്നീട് അദ്ദേഹം പറഞ്ഞ വലിയ കളവാണ്, അതാണ് ഏറ്റവും വലിയ ചർച്ചയായി മാറിയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ചു വി.ഡി. സതീശൻ മുഖ്യമന്ത്രി. അദ്ദേഹം ഒറ്റക്കെടുത്ത തീരുമാനമാണ്. UDF അറിഞ്ഞിട്ടില്ല, എക്സൈസ് വകുപ്പ് അറിഞ്ഞിട്ടില്ല, എക്സൈസ് മന്ത്രി അറിഞ്ഞിട്ടില്ല, കോൺഗ്രസും അറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒറ്റയ്ക്കുള്ള തീരുമാനം. ഏതായിരുന്നു ഈ ഫയൽ?
ഈ ഫയൽ 3.5 വർഷത്തോളം പെട്ടിയിൽ കിടന്ന ഫയലാണ്. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം VD സതീശൻ മുഖ്യമന്ത്രിയായതിനു ശേഷം പറന്നത് മണിക്കൂറുകൾ കൊണ്ട് തീരുമാനമായത്. എന്താണ് ഇത്ര വലിയ താല്പര്യം? ഇതേ ഫയൽ LDF സർക്കാരിൻ്റെ കാലത്ത് വന്നപ്പോൾ, അപേക്ഷ വന്നപ്പോൾ, ഇതാ അഴിമതി നടക്കുന്നു, അഴിമതിയുടെ കളമൊരുങ്ങുന്നു എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ ആളാണ് VD സതീശൻ. അതേ VD സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ അതേ ഫയലിൽ തീരുമാനമെടുക്കുന്നു മണിക്കൂറുകൾക്കകം. എന്നിട്ട് ഇതൊക്കെ LDF സർക്കാരിൻ്റെ കാലത്താണ് നടന്നത് എന്ന് വരുത്തി തീർക്കാൻ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ. എന്തിനു വേണ്ടി? VD സതീശൻ മുഖ്യമന്ത്രിയായതിനു ശേഷം നടന്ന ഈ അഴിമതി പുറത്തു വരരുത്, അതിൻ്റെ കുറ്റം മുഴുവൻ LDFിൻ്റെ തലയിലിടണം. MP ഗോവിന്ദൻ മാസ്റ്റർ എക്സൈസ് മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലാണ് അപേക്ഷ കിട്ടിയത്. ആ സമയത്ത് ഇത് പരിശോധിച്ചിരുന്നു, അപ്പോഴാണ് ചട്ടം ഭേദഗതി ചെയ്തത് എന്നതാണ് ഉയർത്തുന്ന ആരോപണം. ശരിയാണ്, ഗോവിന്ദൻ മാസ്റ്റർ അത് പറഞ്ഞു. എനിക്ക് അപേക്ഷ കിട്ടിയിരുന്നു, ചട്ടം ഭേദഗതി വരുത്തിയിരുന്നു, അത് LDFിൻ്റെ തീരുമാനപ്രകാരമാണ്. നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി പരിശോധിച്ചതാണ്. സബ്ജക്ട് കമ്മിറ്റിയിൽ അന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ UDFിൻ്റെ അംഗങ്ങളും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി തീരുമാനിച്ചതാണ്. അതിലൊരു തെറ്റുമില്ല. കാരണം കേരളത്തിൽ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുക എന്നത് LDFിൻ്റെ രാഷ്ട്രീയ തീരുമാനമാണ്. അതിനുവേണ്ടി സഹകരണ സംഘങ്ങളെ ഗോവയിൽ എങ്ങനെയാണോ ഫെനി ഉൽപ്പാദിപ്പിക്കുന്നത് അതുപോലെ കേരളത്തിലെ സഹകരണ സംഘങ്ങളെ ഉപയോഗിച്ച് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കണമെന്നത് LDFിൻ്റെ നയമാണ്. അതിനുവേണ്ടി ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്, മുന്നോട്ട് പോയിട്ടുണ്ട്. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിർമ്മിക്കുന്ന മദ്യം ഇവിടെ കൊണ്ട് വിൽക്കാനല്ല, ബക്കാടിയെ കൊണ്ടുവരാനല്ല എന്ന് വ്യക്തമായും പറഞ്ഞു. ഇതെല്ലാം മറച്ചു പിടിച്ച് LDFിൻ്റെ കാലത്താണ്, MP ഗോവിന്ദൻ മാസ്റ്റർ കാലത്താണ് ഇതെല്ലാം നടന്നത് എന്ന് പറഞ്ഞൊരു കത്തും പുറത്തുവിട്ട് വലിയ വാർത്തയാക്കി യഥാർത്ഥ തട്ടിപ്പിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമമാണ് നടക്കുന്നത്. കള്ളന്മാർ മോഷ്ടിച്ചോടുമ്പോൾ കള്ളൻ എന്ന് വിളിച്ചു പറയുന്നത് പോലെയുള്ള സ്ഥിതിയാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത്. അതിന് ഒരു കൂട്ടം മാധ്യമങ്ങളും കൂട്ടുനിൽക്കുന്നു. എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ നിയമസഭയിൽ ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം, ആ പ്രസംഗത്തിൽ ഒരു വിഷയത്തിൽ മാത്രം 3 വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞു മുഖ്യമന്ത്രി എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ മറ്റു വിഷയങ്ങളുമുണ്ട്, അതിലേക്ക് കടക്കാം. വിവാദമായിട്ടുണ്ട് കരിമണൽ ഖനനവും, അതിലും ഇതുപോലെയുള്ള കള്ളത്തരങ്ങളുണ്ട്. പക്ഷേ ഒരു വിഷയത്തിൽ 3 കള്ളങ്ങൾ പറഞ്ഞ സംഭവം വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയ പ്രശ്നത്തിലാണ്. അതാണ് ഇപ്പോൾ തുറന്നു കാട്ടപ്പെടുന്നത്.